യെസ്, വളരെ ഫയറി ആയിട്ടുള്ള ഡിബേറ്റ്സിന് പറ്റുന്ന രണ്ട് ടോപ്പിക്സ് ആണ്. ആൻഡ് സെയിൻറ്റ് ട്രീസസിലെ കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഈ രണ്ട് ടോപ്പിക്സിനെ കുറിച്ചും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ബട്ട് വി ഹിയർ ടു ലിസൺ ടു വാട്ട് ആർ ഡിബേറ്റേഴ്സ് ഹാവ് ടു സേ. നിങ്ങളുടെ കയ്യടികളാണ് അവരുടെ ഒരു ആവേശമായി മാറുക. സോ ബിഫോർ വി ഇൻവൈറ്റ് ദം, അതൊന്ന് കേട്ട് നോക്കാം, നമുക്കൊരു ബേസ് ലെവൽ എവിടെ സെറ്റ് ചെയ്യണമെന്ന് അറിയാൻ. സോ ഹൗ ആർ യു ഗോയിങ് ടു ചിയർ ഫോർ ദം? ഒരു എക്സാമ്പിൾ. ഓക്കെ, ദാറ്റ്സ് ഗുഡ് ഫോർ എ ബേസ് ലെവൽ. അതിൽ നിന്ന് ഇനി താഴാതെ നോക്കണം. നിങ്ങൾ ഓരോ പോയിന്റ് കേൾക്കുമ്പോഴും യു ക്യാൻ ബി എ ലിറ്റിൽ പാർഷ്യൽ. ജഡ്ജസ് ഇവിടെ ഉണ്ട്, നമുക്ക് ഇംപാർഷ്യൽ ആവാൻ. You can be partial when you like something. Definitely give it a loud round of applause. When you don't, adinum ചെറിയ applause നമുക്ക് ഓക്കെയാണ്. കാരണം they are here fighting with words and trying to prove as the future generation that's worthy of leading our nation. So yes, first topic നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ക്യൂറേറ്റ് ചെയ്ത ഒരു സെലക്റ്റഡ് ടോപ്പിക് ആണ്. Introduction of menstrual leave may lead to reduced opportunities for women. ആർത്തവാവധി സ്ത്രീകളുടെ അവസരങ്ങൾ കുറയുന്നതിന് കാരണമാകും. Again, each of you will have your own take on this, but let's welcome our first pair of debaters on stage and see and hear what they have to say. So welcoming here from Catholic College, Pathanamthitta, Mr. Abel Matthews Alex. While Abel will be for the motion, we have Mr. Anand Vijayan from SN College, Kollam, to speak against the motion. ഇവിടെ ആശയങ്ങളും അക്ഷരങ്ങളുമാണ് ആവനാഴിയിലെ ആയുധങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവരിവിടെ പറയുന്നത് ഇവരുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് അല്ല എന്നൊരു കാര്യം തീർച്ചയായും നോട്ട് ചെയ്യണം. Because what you will be hearing now is what they've prepared as competitors. അവരുടെ പേഴ്സണൽ ബയസസ് അതിൽ വരികയില്ല. Again, bring that to your notice. So each of you will have 1 minute and then 5 minutes to have a debate, and then judges' question will give you again 1 minute each to answer. Abel, are you ready? Yes. Your time starts now. വിവേ ഹിറ്റുബ്യൂ ഇന്തോനേഷ്യയിലെ ക്രിയാൻ ഓസ്കർ എന്ന കമ്പനിയുടെ CEO ആണ്. ഇന്തോനേഷ്യയിലാണ് ഈ സദേൺ രാജ്യങ്ങളിൽ ആദ്യമായി മെൻസ്ട്രുവൽ ലീവ് അനുവദിച്ചു നൽകുന്നത്. ഈ കമ്പനിയുടെ CEO പറയുന്നത്, ഞങ്ങൾ സ്ത്രീകളെ പ്രിഫർ ചെയ്യുന്നില്ല, കാരണം മെൻസ്ട്രുവൽ ലീവ് തന്നെയാണ്. ഒരു 30 വയസ്സുള്ള പുരുഷനും 30 വയസ്സുള്ള സ്ത്രീയും വന്നാൽ അതിൽ ഞങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുക ഒരു പുരുഷനെ ആയിരിക്കും. കാരണം മെൻസ്ട്രുവൽ ലീവ് ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ 1 മാസം 2 ദിവസം നൽകുകയും അത് നൽകിയില്ല എങ്കിൽ ഫൈൻ ഈടാക്കുകയും ചെയ്യുമെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ചരിത്രാതീത കാലം മുതൽ സ്ത്രീകളെ മെൻസ്ട്രുവേഷന്റെ പേര് പറഞ്ഞ് മാറ്റി നിർത്തിയെടുത്തു നിന്ന് ഇന്ന് അവർക്ക് ജോലി സാധ്യതകൾ കൊടുക്കുവാൻ നാം തയ്യാറായപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ആർത്തവത്തിന്റെ പ്രശ്നമുണ്ട്, നിങ്ങൾ വീട്ടിലിരിക്കൂ എന്ന് പറയുന്നിടത്ത് അവരുടെ സാധ്യതകൾ നശിപ്പിക്കപ്പെടുമെന്നുള്ളത് വ്യക്തമായി ഇന്തോനേഷ്യയിൽ നടപ്പാക്കിയ ഒരു രാജ്യത്തെ CEO തന്നെ പറയുന്നതിൽ നിന്ന് വ്യക്തമാണ്. ഇന്ത്യ രാജ്യത്ത് ബീഹാർ സംസ്ഥാനമാണല്ലോ. That's your time. Thank you. And Anand, are you ready? Yes. Your time starts now. 2022 റൈറ്റ് ഓഫ് വിമൻ ടു മെൻസ്ട്രുവൽ ലീവ് ആൻഡ് ഫ്രീ ആക്സസ് ടു മെൻസ്ട്രുവൽ ഹെൽത്ത് പ്രോഡക്ട്സ് ബില്ലിൽ വ്യക്തമായി പറയുന്നുണ്ട്, ആർത്തവ സമയത്ത് കഠിനമായ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നേരിടുന്നവർക്കും അതുപോലെ തന്നെ സാനിറ്ററി സൗകര്യങ്ങളുടെ അഭാവമുള്ള തൊഴിലിടങ്ങളിലുള്ളവർക്കും ആർത്തവ അവധി ഒരു മൗലിക അവകാശമാണെന്നും അത് അനുച്ഛേദം 21 വിപുലീകരണമാണെന്നും. മറ്റൊരു കാര്യം, 2019 നെതർലൻഡ്സിലെ റാഡ്ബോർഡ് സർവകലാശാല നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് ഒരു സ്ത്രീക്ക് ആർത്തവം മൂലം പ്രതിവർഷം 9 ദിവസം കാര്യക്ഷമമായി ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആർത്തവ അവധി നൽകുമ്പോൾ അവരുടെ കാര്യക്ഷമതയും അതിലൂടെ അവരുടെ അവസരങ്ങൾ കൂടാനുമാണ് അത് കാരണമാകുന്നത്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയ വുമൻസ് ട്രസ്റ്റ് ഒരു പ്രതിവർഷം 12 ദിവസത്തെ ആർത്തവ അവധി നൽകുകയും അതുമായി ബന്ധപ്പെട്ട് സർവേ നടത്തിയപ്പോൾ 57% സ്ത്രീകൾ പറഞ്ഞത് അവരുടെ കാര്യക്ഷമത വർദ്ധിക്കാനും ആർത്തവ ആരോഗ്യം മെച്ചപ്പെടുത്താനുമാണ് അത് കാരണമായത് എന്നുള്ളതാണ്. ആർത്തവത്തെ പറ്റി തുറന്നു സംസാരിക്കാനും ആർത്തവം ഒരു രോഗമല്ല എന്ന് കാണിച്ചു കൊടുക്കാനും കഴിയുമെന്നും സൊമാറ്റോ കൊണ്ടുവന്ന ആർത്തവ അവധി ശരിയാണെന്ന് കാലം തെളിയിക്കുമെന്നുമാണ് ജെൻഡർ റൈറ്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ശ്രീലേഖ ചക്രവർത്തി ആർത്തവ അവധിയെ പറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ആർത്തവ അവധി കൊണ്ടുവരുന്ന. Thank you, and that's your time. അപ്പോൾ ഇനി നടക്ക പോകുന്ന യുദ്ധം. Thank you for that appreciation. ഇനിയാണ് അവരുടെ ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. So you have 5 minutes and be respectful of your opponent as you always are. Your time starts now.
2017 ഇറ്റലി ഈ നിയമം പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുമ്പോൾ അവസാന നിമിഷം ഇത് വേണ്ട എന്ന് വെച്ചത് സ്ത്രീകളെ വ്യത്യസ്ത രീതിയിൽ നിങ്ങൾ കാണുവാൻ ഇടയുണ്ട് എന്ന് അവരുടെ പാർലമെന്റ് തന്നെ ചർച്ച ചെയ്തിടത്താണ് ഈ നിയമം വേണ്ട എന്ന് അവരുടെ സർക്കാർ തീരുമാനിക്കാൻ ഇടയായത്. സുഹൃത്തെ, സ്ത്രീക്ക് ഈ ഒരു കാര്യം വേണ്ട എന്നുള്ളതല്ല, സ്ത്രീയുടെ അവകാശമാണത്. കാരണം 2019 ഭൂമിക പൃഥ്വി എന്ന മാധ്യമ പ്രവർത്തകത ഹിന്ദുവിൽ റിപ്പോർട്ട് ചെയ്ത് 20% ഇന്ത്യൻ സ്ത്രീകൾക്ക് PCOS ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ 2023 ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത് 25 മില്യൺ സ്ത്രീകൾക്ക് എൻഡോമെട്രിയോസ് ഉണ്ടെന്നാണ്. എൻഡോമെട്രിയോസും PCOSും ഡിസ്മനേറിയം പോലുള്ള അവസ്ഥകൾ കൊണ്ട് കഠിനമായ ആർത്തവേദന അനുഭവിക്കുന്നവർക്ക് ആർത്തവ അവധി കൊടുക്കാത്തത് മനുഷ്യാവകാശ ലംഘനമാണ്. ഓസ്ലോഫിലെ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ഫ്രാൻസിലെ ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ വ്യക്തമായി പറയുന്നുണ്ട്, ആർത്തവ അവധി ഞങ്ങൾക്ക് നൽകുകയാണ് എങ്കിൽ പുരുഷന്മാരോടൊപ്പം ഞങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ലഭിക്കുകയില്ല എന്ന്. ഓർക്കുക, ഫ്രാൻസിൽ ഈ നിയമം ഇപ്പോൾ നടപ്പാക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു ഫെമിനിസം സംഘടന തന്നെ വ്യക്തമായി പറയുന്നത്. അതിന്റെ സ്പോക്സ് പേഴ്സൺ ആയ ഓസ്ല തന്നെ പറയുന്നുണ്ട്, ഇത് സാധ്യമാവുകയില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സാഹചര്യങ്ങളും അവസരങ്ങളും നഷ്ടപ്പെടുമെന്നുള്ളത്. ഫ്രാൻസിലെ സ്ത്രീകളുടെ അഭിപ്രായം പറഞ്ഞ എന്റെ പ്രിയ സുഹൃത്തിനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 2017 സൗത്ത് കൊറിയയിൽ CNN റിപ്പോർട്ട് അനുസരിച്ച് 19.7% സ്ത്രീകൾ ആർത്തവ അവധി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനോ അവരുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനോ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. വ്യക്തമായി ഓർക്കുക, ഇങ്ങനെ പറയുമ്പോൾ തന്നെ ജപ്പാൻ എന്ന രാജ്യത്തിൽ ഇത്രയും സ്ത്രീകൾ ആർത്തവാവധി അനുവദിച്ചിരിക്കുന്ന രാജ്യത്തിൽ കേവലം 0.9% സ്ത്രീകളാണ് ഒരു വർഷം ആർത്തവ അവധി എടുക്കുവാൻ തയ്യാറാകുന്നിടത്ത്. അതിനുള്ള കാരണവും അവർ പറയുന്നു, ഞങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുകയില്ല എന്ന്. അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ടത് 1947 ജപ്പാനിൽ ആർത്തവ അവധി അനുവദിച്ചത്. പക്ഷേ 2003 അവരത് വീണ്ടും പുനരാവിഷ്കരിക്കാൻ വന്നപ്പോൾ നിക്കി ഗ്രൂപ്പ് നടത്തിയ നിക്കി സർവേയിൽ 48% സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾക്കിത് ആവശ്യമില്ല, ആർത്തവ അവധിയല്ല ഞങ്ങൾക്ക് വേണ്ട, അതിന്റെ സാഹചര്യങ്ങളാണ് മാത്രമാണ് ഒരുക്കേണ്ടത്, ഞങ്ങളുടെ സാഹചര്യങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത്. സുഹൃത്തെ, അതിന്റെ പ്രധാനപ്പെട്ട കാരണം ജപ്പാനിൽ 30% കമ്പനികൾ മാത്രമാണ് ശമ്പളത്തോടു കൂടിയുള്ള ആർത്തവ അവധി നൽകുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ശമ്പളം ഇല്ലാത്ത ആർത്തവ അവധി ഉള്ളതുകൊണ്ടാണ്. മാത്രമല്ല 2020 ഓക്സ്ഫോർഡ് സർവകലാശാല ആർത്തവ അവധിയെ പറ്റി പഠിച്ചപ്പോൾ തൊഴിലിടങ്ങളിൽ പോസിറ്റീവായ അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ 2018 ബ്രിസ്റ്റോൾ സർവകലാശാല ആർത്തവ അവധിയെ പറ്റി പഠിച്ചപ്പോൾ ഇത് ലിംഗസമത്വം ഉറപ്പാക്കാൻ സഹായിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേ കാലത്ത് തന്നെയാണ് 2019 നെതർലൻഡ്സിൽ നടന്ന സർവേയിൽ പറയുന്നു 14% സ്ത്രീകൾ മാത്രമാണ്, അതായത് 2000 കൂടുതൽ സ്ത്രീകളിൽ എടുത്ത സർവേയിൽ പറയുന്നത് 14% സ്ത്രീകൾ മാത്രമാണ് ആർത്തവ അവധിയെ അനുകൂലിച്ചത്. അതിന് കാരണം പറയുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മേലധികാരികളോട് ഞങ്ങൾക്ക് പീരീഡ്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവധിയെടുക്കുവാനുള്ള മടിയാണ് അത് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവരുടെ സാധ്യതകളും നഷ്ടപ്പെടുത്തും. സുഹൃത്തെ, ഈ മടി മാറ്റാൻ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നതിനാണ് നാം ആർത്തവ അവധി കൊണ്ടുവരുന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു കാര്യം പറയട്ടെ. UK 2017 റേച്ചൽ റിക്കർട്ടിനെ ഹ്യുണ്ടായിയുടെ ന്യൂയോർക്ക് ഇന്റർനാഷണൽ ഓട്ടോ ഷോയിൽ നിന്ന് പുറത്താക്കിയത് 3 മണിക്കൂർ തുടർച്ചയായിട്ട് ഇടവേളയില്ലാതെ ആർത്തവ സമയത്ത് ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ 2016 ഐഷെ കോൾമാനെ ബോബി ഡോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്താക്കിയതും ആർത്തവ സമയത്തിൽ അമിത രക്തസ്രാവം ഉള്ളതുകൊണ്ട് കാർപ്പറ്റിൽ രക്തം വീഴുന്നുള്ളതുകൊണ്ടാണ്. ആർത്തവത്തെ ഇത്രയധികം അസംഭവ്യമായി കാണിക്കുന്ന അല്ലെങ്കിൽ അസംസ്കാരമായി കാണിക്കുന്ന ഒരു രാജ്യത്ത് ഈ ആർത്തവ അവധി കൊണ്ടുവരുമ്പോൾ മാറ്റം കൊണ്ടുവരും. ആർത്തവ അവധി വരുമ്പോൾ അവരുടെ സാധ്യതകൾ കുറയുന്നു എന്നുള്ളതാണ്. 47 ജപ്പാൻ ഈ ആശയത്തെ മുന്നോട്ട് വെക്കുന്നത് 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിനു ശേഷം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. പക്ഷേ അവർ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സ്ത്രീക്ക് നമുക്ക് ആർത്തവ അവധി നൽകുന്നതിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ആർത്തവ അവധി നൽകുകയല്ല, മറിച്ച് അവർക്ക് വേണ്ട രോഗവിമുക്ത പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എന്ന് പ്രത്യേകമായി ഓർത്തിരിക്കുക. അതിനോടൊപ്പം തന്നെ ജേണൽ ഓഫ് വൾനറബിൾ കമ്മ്യൂണിറ്റി 2023 അഡ്വക്കേറ്റ് ഭാഗ്യവ്യ ജി പറയുന്നുണ്ട്, നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് സ്ത്രീകളുടെ സാധ്യതകളെ കുറയ്ക്കുക മാത്രമല്ല ഇത് ചെയ്യുന്നത്, തങ്ങൾ ഒരു സ്റ്റീരിയോ ടൈപ്പിനുള്ളിലാണ് എന്ന് സ്ത്രീകളെ തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഈ നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഡിസ്മനേറിയയും PCODയും ഒക്കെ ഉള്ള ഒരു സ്ത്രീ കഠിനമായ ആർത്തവേദന അനുഭവിക്കുന്ന സമയത്ത് ആർമിയിൽ യുദ്ധക്കളത്തിൽ ഇറങ്ങണം എന്നാണ് എന്റെ സുഹൃത്ത് പറയുന്നതെങ്കിൽ അത് തീർത്തും തെറ്റായ ഒരു വാദമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹാംദാർഡ് ഓഫ് സയൻസ് ആൻഡ് മെഡിക്കൽ റിസർച്ചിന്റെ അഭിപ്രായ പ്രകാരം 40% വിദ്യാർത്ഥികൾക്കാണ്, അവർ സർവേ നടത്തിയപ്പോൾ 40% വിദ്യാർത്ഥികൾക്കാണ് ആർത്തവ മൂലം ക്ലാസുകൾ നഷ്ടപ്പെട്ടത്. വ്യക്തമായി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, PCOD പോലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ മെൻസുറേഷനുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ ഇറഗുലറായി ഉണ്ടാകുന്ന ആർത്തവം അത് കൃത്യമായി ഒരു മാസത്തിൽ ഇന്ന ദിവസം ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കുന്ന സ്ത്രീകൾ നമ്മുടെ ഇടയിൽ ഇല്ല എന്നുള്ളിടത്ത് കൃത്യമായി എത്ര ദിവസം നമുക്ക് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം തന്നെ സ്ത്രീകൾക്ക് നടക്കുമെന്ന് പറയുവാൻ സാധിക്കുകയില്ല. സുഹൃത്തെ, ആർത്തവം എന്ന് വരും എന്ന് കണക്കുകൂട്ടി ഇന്ന ദിവസം അവധി കൊടുക്കണമെന്നല്ല പറയുന്നത്. എനിക്ക് ഇന്ന് ആർത്തവമാണ്, അതുകൊണ്ട് ഇന്ന് അവധി വേണം, എനിക്ക് വേദനയാണ് എന്ന് പറയുന്നിടത്താണ് സ്ത്രീക്ക് ആർത്തവ അവധി ഉപയോഗപ്പെടുന്നത്. അവിടെയാണ് പ്രശ്നം.
സ്പെയിനിലെ ഈ നിയമം നടപ്പാക്കിയപ്പോൾ, സ്പെയിനിൽ യൂറോപ്പിലെ ആദ്യത്തെ രാജ്യം നടപ്പാക്കിയപ്പോൾ വ്യക്തമായി പറയുന്നു, നിങ്ങൾ ഡോക്ടറുടെ സ്ലിപ്പുമായി വരണം. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് ആർത്തവമാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി. നിങ്ങൾക്ക് ലീവ് അനുവദിക്കണമെങ്കിൽ. അവിടെ എങ്ങനെയാണ് എൻ്റെ സുഹൃത്തെ എനിക്ക് മനസ്സിലാകാത്തത്? നിങ്ങൾക്ക് ആർത്തവമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ഡോക്ടറിന്റെ അടുക്കിലേക്ക് ചെന്ന് ആർത്തവമാണ്, അതുകൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം, എല്ലാ മാസവും ഒരു ഡോക്ടറിന്റെ അടുക്കൽ പോയി കാണുവാൻ സാധിക്കുമോ? കാവ്യ ഭംഗിയുള്ള ഒരു ഡിബേറ്റ് ആൻഡ് യു ഗൈസ് വർ ഓസം. അൺഫോർച്ചുനേറ്റ്ലി കൂടുതൽ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളിൽ നിന്ന് ഇനി കൂടുതൽ കേൾക്കാൻ നമുക്ക് ജഡ്ജസിന്റെ ക്വസ്റ്റ്യൻ ആവശ്യമാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ടുവേർഡ്സ് ഏബിൾ മാത്യൂസ് ആലക്സ്. ജഡ്ജസ് പ്ലീസ്. ഏബിൾ, ആർത്തവ അവധി നൽകുന്നത് അവസരങ്ങൾ കുറയ്ക്കുമെന്നാണ് താങ്കൾ പറഞ്ഞത്. ഇവിടെ ഒരു സ്ത്രീയുടെ വ്യക്തമായിട്ടുള്ള ഒരു അവകാശത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ലേ? ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു മാനവികമായിട്ടുള്ള സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു അവകാശ ലംഘനം ഉണ്ടാകുമ്പോൾ ആയതിൻ്റെ പ്രയാസങ്ങളും വേദനകളും സഹിച്ച് അവസരങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? Is the question clear? Yes. So your 1 minute starts now. ആർത്തവം കൊണ്ട് ഒരു കാലഘട്ടത്തിൽ അടുക്കളയിൽ കയറരുത്, നിങ്ങൾ മാറി ഒരു മുറിയിൽ ഇരിക്കണമെന്ന് പറഞ്ഞൊരു സമൂഹത്തിൽ നിന്ന് നമ്മൾ ഇത്രയും പുരോഗമിച്ചിട്ടുണ്ട് എങ്കിൽ ആർത്തവം സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അതിൽ വ്യക്തമായി പബ്ലിക് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചപ്പോൾ സുപ്രീം കോടതി അത് എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു എന്നത് വ്യക്തമായി അതിൽ പറയുന്നുണ്ട്. ഇത് കൃത്യമായൊരു പ്രശ്നമല്ല, അതൊരു സാഹചര്യത്തിൽ കൊണ്ടാണ്. അത് ഓരോ മനുഷ്യരിലും വ്യത്യസ്തമാണ് ആർത്തവത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളിടത്താണ്. രണ്ടാമത്തെ കാര്യം വ്യക്തമായിട്ട് ഓർക്കേണ്ടത്, കേരള സർക്കാരിൽ നമ്മൾ വ്യക്തമായി യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾക്ക് 2% ഓഫ് കൊടുത്തിട്ടുണ്ട്. ഈ 2% എന്ന് പറയുന്നത് 75%-ൽ 2% അത് 73ആയി. 2 ദിവസം മാത്രമാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും, ഈ കൂട്ടത്തിൽ ആർക്കും പറയാൻ സാധിക്കില്ല ആർത്തവത്തിന്റെ പ്രശ്നങ്ങൾ 2 ദിവസം കൊണ്ട് അവസാനിക്കുമെന്നുള്ളത്. അവിടെയാണ് ആർത്തവ അവധി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മറിച്ച് ക്യാമ്പസുകളിലും ജോലി എടുക്കുന്ന സ്ഥലങ്ങളിലും കൃത്യമായ മരുന്നും അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അത് കൂടുതൽ അവരെ പ്രൊഡക്റ്റീവായി മുന്നോട്ട് കൊണ്ടുവരുവാൻ സാഹചര്യം ഒരുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. And that's your time. Thank you, Mohammed Hanish sir, for that question. അടുത്ത ക്വസ്റ്റ്യൻ ആനന്ദിനോടാണ്. ജഡ്ജസ് പ്ലീസ്. ആനന്ദ് സ്ത്രീകളുടെ പ്രശ്നം വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഒരു രോഗാവസ്ഥ എന്നുള്ള രീതിയിലാണ് അത് സ്ട്രെസ് ചെയ്ത് നമുക്ക് അവധി വേണം എന്നുള്ള രീതിയിൽ പറയുന്നത്. ശരിക്കും ആർത്തവം ഒരു രോഗമാണോ? അല്ലല്ലോ, രോഗാവസ്ഥയല്ലല്ലോ. അതിനെപ്പറ്റി ഒന്ന് ക്ലിയർ ചെയ്യാമോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അല്ലേ? Your 1 minute starts now. തീർത്തും ആർത്തവം ഒരു രോഗാവസ്ഥയല്ലെന്നും മറിച്ച് ആർത്തവത്തെ ആർത്തവ അവധി, സിക്ക് ലീവിന് മറ്റൊരു രീതിയിൽ ആർത്തവ അവധി നൽകിയാണ് ആർത്തവത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നുമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ആർത്തവം രോഗമല്ല എന്ന് കാണിക്കാൻ ആർത്തവ അവധി എടുത്തു കളയുകയല്ല, മറിച്ച് ആർത്തവ അവധി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ലൈംഗിക വിദ്യാഭ്യാസം കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. മാത്രമല്ല ആർത്തവ അവധി കൊണ്ടുവരുന്നത് തുല്യതയ്ക്ക് വേണ്ടിയിട്ടല്ല, തുല്യ നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുമ്പോഴാണ് ആർത്തവ സമയത്ത് കഷ്ടപ്പെടുന്ന സ്ത്രീകളോട് നമുക്ക് സഹവർത്തിത്വം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആർത്തവത്തിലൂടെ പ്രസന്റീസം എന്ന് പറയുന്ന ഒരു കാര്യം, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നാം ജോലി ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മാറി നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട്, കാര്യക്ഷമതയും പ്രവർത്തനക്ഷമതയും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തിക്കൊണ്ട് ആർത്തവത്തിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം വിശ്രമിച്ചുകൊണ്ട് മറ്റു ദിവസങ്ങളിൽ നന്നായി ജോലി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആർത്തവ അവധി കൊണ്ടുവരുന്നത്. ഫ്ലെക്സ് ജോബിന്റെ സർവേ പ്രകാരം 57% സ്ത്രീകൾ ആർത്തവ അവധിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇതിന് കൂടെ വായിക്കുമ്പോൾ ആർത്തവ അവധി സ്ത്രീകളെ അതികഠിനമായ രീതിയിൽ ജോലി ചെയ്യിക്കുന്നതിൽ നിന്ന് മാറ്റി അത്യന്തം സുരക്ഷിതമായ അവസ്ഥയിൽ ജോലി ചെയ്യാൻ അവരെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞതുപോലെ കലാലയങ്ങളിൽ ആർത്തവ അവധി കുറച്ചുകൂടി കൂടുതൽ നൽകണമെന്നും അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ തന്നെ സൗകര്യങ്ങളുണ്ടെന്നാണ് പറയാനുള്ളത്. Thank you, Anand. Thank you, Mini ma'am, for the question. So yes, please shake your hands and leave with a smile. Ladies and gentlemen, Abel Matthews Alex and Anand Vijayan. That was our first pair. Starter course ingane ini varanirikkunnathu idilum fire agumennu namukku expect cheyam. So yes, let's welcome our second pair of talented debaters. Adya Nair from National University of Advanced Legal Studies, Kochi. And she'll be speaking for the motion. Debating her is from Government Law College, Ernakulam, Amrita B. Randa future lawyers in the making. So let's see whose arguments wins hearts and points. Adya, are you ready? Yes, I am. One sec.
Okay, so while we sort out a very technical issue, that's a small technical issue that's being dealt with, let me thank the audience for their wonderful appreciation and timely responses. നമ്മുടെ ആദ്യത്തെ ഡിബേറ്റിന്റെ സമയത്ത്. So a round of applause for yourself. Yes, you deserve that. അതിലേറെ സന്തോഷം മിനിസ്റ്റർ ബിന്ദു മാമും അതേപോലെ തന്നെ ആവേശത്തോടു കൂടി ക്ലാപ്പ് ചെയ്ത് നമ്മുടെ കണ്ടസ്റ്റൻസിനെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. So I guess we can start. Adya, are you ready? Yes, I am. Your 1 minute starts now. As one of the most famous journalists and feminists in our country today, Barka Dutt rightly pointed out, the introduction of menstrual leave policy is nothing but a statement of biological determinism that opposes our conception of feminism. My dear friends, the introduction of menstrual leave policy is nothing but an attack on feminist attempts to increase the opportunities for women to work, be it in workplaces or educational institutions, disguised as a progressive step. Now, on what basis do I say that? A three-pronged argument. To begin with, a potential employer would never hire another employee who would work for lesser number of hours but would demand the exact same wages as another employee who's ready to work for more number of hours. So all the introduction of this leave does is reinforce gender stereotypes and at the same time the misconception that periods is something that weakens or disables us. Secondly, gendered leaves lead on to assignments also being assigned on a gendered basis. That is, managers or employers would now hesitate to give women jobs. Thank you, Adya. Thank you for that. And going on to, yes, please. Adu marakkarudhu. Adu regular aayittu venam. Thank you. Amrita, are you ready to start? Yes. Your time starts now. The idea, the right, and the study. Doctors across the globe has acknowledged that dysmenorrhea and menstrual cramp can be as painful as a heart attack. How often does any of us have to deal with a heart attack, that too alone? In pre-independent India, it has already been shown that the menstrual policy was successful in a kind, where a government school in 1912 implemented this and was successful. And P. Bhaskar in his book replied that Kerala in the 19th century that this was a wise and progressive decision. And talking about the menstrual leave policy, so this is an expansion of the Article 21, that is right to life, that is given under the Indian Constitution, that one person, a woman cannot be compelled to be at work where she faces pain and menstrual cramps, and this is an infringement of her right to health and also the violation of human rights. The Oxford University studies say that women who take off time during the menstruation tend to be more productive in their companies, and also they get time to recover, and this increases the efficiency. So this is actually the point where we could say that this is actually increasing the opportunities for women. Thank you so much, Amrita. Yes. രണ്ടുപേരും വളരെ മനോഹരമായി സംസാരിച്ചു. They did win hearts. പക്ഷേ this is a debate competition and we are going to see the debate. So your 5 minutes starts now. I think I'd begin with a statement of how the introduction of menstrual leave policy has not been as effective as my opponent claims. Let's take a real life scenario wherein Japan had introduced this policy way back in 1947, but till date only 0.9% of women have utilized this policy. And what do real life testimonies say? They say that it has often lead to an infringement of privacy when they secure or avail a leave under the period leave policy, whereby they're announcing it to the world that they have periods and they have also been victims of sexual harassment in their workplace. So this only has a detrimental effect. And Yes, if the Amrita. menstrual leave policy... There is no proper study to actually show that there was a kind of negative impact, but rather there is a study that shows there was a positive impact. The impact of menstrual leave in Japan by Christopher says that this did not have a negative impact on women, but rather did help them to shape and increase their positivity when it comes to employment. The work labor force participation is decreasing, that is 23.3% right now, even after we so much claim about the literacy rate we have, but this can be contributed to the fact that they lack proper sanitation and other facilities that has to be provided in the workforce area. So this menstrual leave will help them get their right. If the menstrual leave policy was indeed as effective as she claims to be, why isn't that countries which have introduced menstrual leave policies, such as Japan, Indonesia, South Korea, Vietnam, Zambia, etc., do not appear in even the top 25 of the list, which show the participation of women in workforce? This clearly shows that this policy is not as effective as it claims to be, and in fact curbs the rights of women to even explore or utilize a lot of opportunities. Because with gendered leaves,
we also have gendered assignments coming, wherein employers now hesitate to give women certain assignments. Why? Because they think menstruation per se, it's slightly unpredictable, and because of that, we cannot entrust them with an important task because they are entitled to take leaves even in the midst of an important assignment. So what is happening Yes, there? Amrita. Companies like Coexistent, Cultural Machine, and including Madhubhumi has taken into consideration the feminist policies and given this menstrual policy and menstrual leave in them. So countries at some point will have to reshape their attitude towards productivity and presenteeism. And talking about that, the greater loom in the job industry is the presenteeism, that a person has to be present no matter what and no regard to their personal health or to ensuring their employees' health. So this has to be changed. And by this, we are implementing the right to dignity and labor rights of women, which is as important as any fundamental right. It is amusing to see how my friend only mentions the name of a couple of corporates or conglomerates, while our discussion about women is much more broader. It is not limited to one elite or relatively privileged section of women who have access to such corporates or can work in government jobs, but we're also talking about those women who are in the unorganized sector of this country, which makes up 94% of the employment. So let's not keep the debate restricted or the rights of dignity and life and everything being granted only to the women or the relatively privileged class. Let's talk about the elite people. The Beed district in Maharashtra, women has to undergo hysterectomy because their workplace did not have enough facilities and workforce or other kind of health and sanitary activities that has to be there. So they undergo an unnecessary surgery just because we could not implement an effective policy for their right. And this is also related to the economy because the workforce is, the women participation in the labor force has decreased so much, as I told before, and this will increase. If the women is going to enter into the labor force after the menstrual policy, this will eventually increase their economic participation. As per the details of IMF, this is going to increase the GDP to 27%. My learned opponent, let me add one or two statistics to that as well. 20% of girl students drop out of school in India, and 1 out of every 10 girl students drop out of school in sub-Saharan Africa. But what we fail to realize is they don't drop out of schools or offices because they don't have period leaves. What they don't have is access to proper menstrual hygiene products, proper access to sanitary napkins, and proper access to disposal mechanisms. It is this that we should try to ensure that we give them. So on one hand, we are ensuring that there's a much more conducive environment for the menstrual hygiene of women. It is to this On the other problem, hand, we it are is to also this ensuring problem that we harms have the are- period policy. It is to this problem that we have the period policy because there are not enough facilities in our workplace. So let's talk about the period poverty, which my friend didn't recognize. That is the medicalization of the menstruation. We're considering the menstruation is an illness and which has to be treated and impedes all women. So we are not fighting against the fact that the menstrual policy is going to be a kind of inequality in the society, but rather this is to fulfill the right to dignity and the labor rights like any other rights every other employee is experiencing in this country. I think my friend has been reiterating a couple of points about right to life and dignity, and has also emphasized on how certain women experience extreme pain, right? Now this has a name, a particular term, 5 to 10% Thank women. you, Adia. Thank you, Amrita. And Thank you very much. it was difficult for me to interrupt that incessant flow of words, but it had to be done. I apologize for that. And thank you. And both of them deserve a round of applause before the questions. Go ahead. Thank you. So now we're going to go to the judges. We do have a couple more questions to cover, please. So, Adia, Yes. so one question from my side. In the present Indian situation, as a law student, can you suggest any policy change in the present policy? Now, you both are discussing on some suggestions. So, can you any creative suggestion for a change in the present policy? Adia, the question is clear? Yes, it is. So your 1 minute starts now. Thank you for that question, sir. Sir, I think we as a country, what we lack right now is a comprehensive period policy. And let me correct you right there when you think it includes a period leave, because it does not. What it does include is the fact that we ensure they have more access to menstrual hygiene products, that we have actually functional disposable sanitary napkin disposal machines in places. If we look at government schools or offices, a lot of places, such machines are not even working. We still have to pay a 5 rupee coin to get napkins. I think that should change in our country, and that is the first step that we should take. So a period policy is what is required. And we could, as a next step, also introduce a bill in the parliament. I recognize the fact that several bills have been introduced in 2017, 18, and 2022.
The only reason why they haven't gotten passed in Parliament is because of the disagreement and because of the fact that period leaves can prove detrimental to any efforts that we have women have achieved. So I think a bill can be introduced, but for securing the menstrual hygiene environment in a country and Thank not you, period Adya. leaves per Thank se. you for your Thank you points. very That much. is your time. Unfortunately, Amrita, your question. Amrita, in fact, given the kind of substantive reduction in terms of the competitiveness and the efficiency in the workplace, would the introduction of a new leave altogether, would it lead to further deterioration in terms of the working standards and also the efficiency levels? In the name of providing equality, are we trying to compromise on the already compromised position in the workplace with regard to efficiency? Is the question clear? Your 1 minute starts now. So the whole idea of the menstrual policy is not limited to the fact of equality, but rather also the right to dignity of women in the labor force. So just like we have the Article 15 Clause 3 and 15 Clause 2, where we can make provisions and sets of policies in case of positive discrimination and to get out of the clutches of the patriarchy, especially women and children, I don't think this is going to widen the gap, but rather it is going to fill up that particular gap. Just like the Arunachal Pradesh, the bill was introduced in 2017, the menstrual bill, and it was dismissed by calling the topic as an unclean topic. So this has a lot to deal with the ideology that people hold regarding the menstruation and thinking it as an illness and disease and which cannot be eradicated. So it is a part of life, it is a part of the biological process. So this has to be first accepted by the population at large, and then a policy will be effective if people's mindset can also be changed. Thank you, sir. Thank you. You got extra seconds. All right. Okay. So that was Adya Nair and Amrita B. Thank you so much, guys. A loud round of applause for their performance. Please shake your hands. Federal Bank Speak for India, Kerala Edition Season 8, in association with Madhrbhoomi.